ഹലോ ഗൈസ്, നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന അഖിലനാടിയുടെ വൈഫിനെ കുറിച്ച് തന്നെയാണ്. അതായത് അഖിലനാടിയുടെ വൈഫ് ഒളിച്ചോടി വിവരം നിങ്ങൾക്കൊക്കെ അറിയാമെന്ന് വിശ്വസിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഈ വിഷയം എന്തിനാണ് സംസാരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു റീസെൻ്റ് ആയിട്ട് ഒരു ഓഡിയോ പുറത്ത് വന്നിട്ടുണ്ട്. അതായത് പുള്ളിക്കാരിയുടെ ഫാമിലി ഫ്രണ്ട് ഒരു അഡ്വക്കേറ്റ് ആയിട്ട് സംസാരിക്കുന്നത്, അതായത് ഒളിച്ചോടാനുള്ളതിൻ്റെ ഒരു ബാക്കിലത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ആ അഡ്വക്കേറ്റ് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ജിനൂസ് വ്ലോഗ് എന്ന് പറഞ്ഞ പുള്ളിക്കാനും ഈ അഡ്വക്കേറ്റുമായിട്ട് സംസാരിക്കുന്ന ഒരു ഓഡിയോ ക്ലിപ്പാണത്. അതെന്തായാലും കേൾപ്പിക്കാം. ശരിക്കും പറഞ്ഞാൽ ഇൻസ്റ്റാഗ്രാമിൽ ഇന്നലെ മിനിഞ്ഞാൽ ഞങ്ങളുടെ അഖിലനാടിയുടെ വൈഫ് ഒരു പോസ്റ്റ് ഇട്ടുണ്ടായിരുന്നു. അതായത് പുള്ളിക്കാരി ഇതേപോലെ വീട്ടിൽ നിന്നുള്ള ഒരു പോസ്റ്റ് ആയിട്ടിരിക്കുന്നത്. അതിൻ്റെ ക്യാപ്ഷൻ കൊടുത്തതിന് ബാക്ക് ടു മൈ ഫാദേഴ്സ് ഹൗസ് എന്നെങ്ങാണ്ടാണ് ക്യാപ്ഷൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ കുറേ പേര് ചിന്തിച്ചെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദൈവമേ അപ്പോൾ ഈ പുള്ളിക്കാരി ഒളിച്ചോടിയില്ലേ? അതായത് എനിക്ക് തോന്നുന്നു ഇനി അപ്പോൾ കുറേ പേര് ചിന്തിച്ചു കൂട്ടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പുള്ളിക്കാരി നേരെ ഇവിടുന്ന് ഒളിച്ചോടിയതല്ല, നേരെ അച്ഛൻ്റെ വീട്ടിലോട്ട് പോകാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് പോയതാണ്. ആ രീതിയിലാണ് എല്ലാവരും വിചാരിച്ചത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതല്ല സംഭവം, പുള്ളിക്കാരി ഒളിച്ചോടിയത് തന്നെയാണ്. പക്ഷേ ഇപ്പോൾ നിലവിൽ പുള്ളിക്കാരി അച്ഛൻ്റെ വീട്ടിൽ മറ്റേ പുള്ളിക്കാരൻ്റെ സമ്മതത്തോടെയാണ് അച്ഛൻ്റെ വീട്ടിലോട്ട് പോയിരിക്കുന്നത്. ഈ ഒളിച്ചോട്ടത്തിൻ്റെ പുറയിലുള്ള കാരണം അറിയാനായിട്ട് എന്തായാലും നമുക്ക് ആ അഡ്വക്കേറ്റിൻ്റെ ഓഡിയോ ക്ലിപ്പ് നമുക്കൊന്ന് കേൾക്കാം. ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോ ഈ കുട്ടി പറഞ്ഞാച്ചാ ഞാൻ അച്ഛന്റെ അടുത്തോട്ട് വരികയാണ്, എനിക്ക് അച്ഛനെ കാണണം, എനിക്ക് കുറെ കാര്യങ്ങള്. എന്തുകൊണ്ട് അഖിൽ ഇവൾക്കെതിരെ തിരിയുന്നില്ല? അതേസമയം അഖിൽ എന്തുകൊണ്ട് അവളെ പോലീസ് സ്റ്റേഷനിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തേജോവധം ചെയ്യലെന്ന് എഴുതി വെപ്പിച്ചു? അത് കാരണം അഖിലിന്റെ പല രഹസ്യങ്ങളും, അഖിലിന്റെ അച്ഛന്റെ പല രഹസ്യങ്ങളും ഇവിടെ പുറത്ത് പറയും, തെളിവ് സഹിതം പുറത്ത് വിടുമെന്ന് അഖിലിന് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് അങ്ങനെ കുറച്ച് 3-4 ദിവസം കഴിഞ്ഞു. സംഭവത്തില് ഈ രാത്രി ഒരു 12:30 ആയപ്പോഴാണ് എന്നെ അദ്ദേഹം വിളിക്കുന്നത്, ഈ കുട്ടിയുടെ പിതാവ് വിളിക്കുന്നത്. അദ്ദേഹത്തിന്റെ പേര് പത്മകുമാർ എന്നാണ്. അതായത് ഒറിജിനൽ പിതാവ്, രണ്ടാമത്തെ അല്ലേ? അതായത് ആദ്യത്തെ അച്ഛൻ. ഈ കൊച്ചിന് 2 അച്ഛന്മാരാണ്, അറിയാമല്ലോ. ഒരു അഡ്വക്കേറ്റ് ഷാജി നൂറനാട്, കോൺഗ്രസ് പാർട്ടിയുടെ ആലപ്പുഴ ജനറൽ സെക്രട്ടറി ഒക്കെ അയാള്. ഓ ശരി. കോൺഗ്രസ് പാർട്ടിയുടെ ചെറിയൊരു നേതാവാണ് അവിടത്തെ. അപ്പം അമ്മ ലത എന്നാണ് പേര്, അമ്മയുടെ പേര്. അപ്പൊ ഇവര് ഡിവോഴ്സ് ആയതാണ്. ഫസ്റ്റില് ഇവര് തമ്മിൽ പൊരുത്തപ്പെ ഒളിച്ചോടിയതല്ല. അതായത് പത്മകുമാർ ഈ കൊച്ചിന്റെ അമ്മയും കൂടെ ജീവിക്കുമ്പോ അവരെ ഒളിച്ചോടിയതല്ല. പക്ഷെ പല ചാനലുകളും ഒളിച്ചോടിയതായിട്ടാ വന്നത്. ഒളിച്ചോടിയതല്ല, ഇവര് മ്യൂച്വൽ ഡിവോഴ്സ് ചെയ്തതാണ്. അങ്ങനെയാണ് ഷാജിയെ കെട്ടുന്നവര്. പിന്നെ ഈ കുട്ടി അവരുടെ കൂടെയാണ് വളർന്നതൊക്കെ, ഈ രണ്ടാനച്ഛന്റെ കീഴിൽ. പിന്നെ അവിടുന്ന് എന്തൊക്കെയോ പ്രശ്നം ഉണ്ടാക്കി ഒന്നാനച്ഛന്റെ വീട്ടിൽ വന്ന് കൊച്ചിന് കുറച്ച് കാര്യങ്ങളൊക്കെ വിഷമമൊക്കെ ആയിട്ട് പുള്ളിയുടെ കൂടെയും നിന്നിട്ടുണ്ട്. കൂടുതലും ഭൂരിഭാഗം നിന്ന ലതയുടെ കൂടെയാണ്. ഇത് ഒന്നാമത്തെ അച്ഛൻ ആള് ഒരു ശുദ്ധനാണ്. ആള് ഭയങ്കര ഒരു പിതാവിനും ഇല്ലാത്ത സ്നേഹമാണ് ഈ മോളോട്. അങ്ങനെയാണ് കൊഞ്ചിച്ച് വളർത്തിയത്. കാശുമുണ്ട്, അത്യാവശ്യം നല്ല പണവുമുണ്ട്. പുള്ളിയുടെ ലീഗൽ കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നത് ഞാനാ. അങ്ങനെയാണ് ഞാനുമായിട്ടുള്ള പുള്ളിയുടെ ബന്ധം. പുള്ളിക്ക് ഒരുപാട് സ്വത്തുക്കളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പുള്ളിയുടെ ലീഗലായിട്ടുള്ള കാര്യങ്ങളെല്ലാം നോക്കുന്നത് ഞാനാ, ഈ പത്മകുമാറിന്റെ. ഇത് ശരിക്കും ഈ സംസാരിക്കുന്ന ഇവരുടെ ഫാമിലി ഫ്രണ്ടായ ഒരു അഡ്വക്കേറ്റ് ആട്ടോ സംസാരിക്കുന്നത്. ഇത് അറിഞ്ഞു കഴിഞ്ഞപ്പോ ഞാനും പുള്ളിയും തമ്മിൽ നല്ല പോലെ പുള്ളി ഹോസ്പിറ്റലിൽ, പുള്ളിക്ക് തലവേദനയും പനിയും ഒക്കെ കൂടിയിട്ട് തിരുവല്ല ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടാക്കിയത് ഞാനാണ്. അതുപോലെ ഈ കുട്ടിയെ എത്രയും പെട്ടെന്ന് പിടിപ്പിക്കാൻ വേണ്ടി രമേശ് ചെന്നിത്തലയെ ബന്ധപ്പെട്ട് ഉറങ്ങിക്കിടന്ന സ്ത്രീയെ ഉണർത്തി 2 മണിക്കൂറിനുള്ളിൽ പിടിച്ച് ഇവനെയും അവളെയും കൂടെ പിടിച്ച് സ്റ്റേഷനിൽ കൊണ്ടുവരിച്ചത് ഞാനാണ്. എന്നിട്ട് ഞാനും പത്മകുമാറും കൂടെ ഈ കുട്ടിയുടെ അച്ഛനും കൂടെ സ്റ്റേഷനിൽ പോയി. അപ്പൊ ഈ പയ്യനുണ്ട്, ഈ പയ്യനോട് ഈ കൊച്ചിന്റെ അമ്മയും രണ്ടാനച്ഛനും സംസാരിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. ഒരു കാരണവശാലും ഇവൻ ബില്ലിംഗ് അല്ല. അപ്പൊ ഈ പത്മകുമാറിനോട് സംസാരിക്കാൻ പറഞ്ഞു. അതിനിപ്പുറം കോടതിയിൽ നിന്ന് വിളിച്ചു. അങ്ങനെ ഈ കുട്ടിയുമായിട്ട് ഞങ്ങൾ കോടതിയിൽ പോയപ്പോ കോടതിയിൽ ജഡ്ജി ചോദിച്ചു ആരുടെ കൂടെ പോകാനാ താല്പര്യം എന്ന് ചോദിച്ചപ്പോ അവന്റെ കൂടെ പോകാനാന്ന് പറഞ്ഞു. അനൂപിന്റെ. അങ്ങനെ അതൊക്കെ അറിയാമല്ലോ, അതൊക്കെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാ. ഈ അനൂപ് എന്ന് പറയുന്നത് നമ്മുടെ ബസ് കണ്ടക്ടറിനോട് പോകാനാണ് താല്പര്യം പുള്ളിക്കാരി പറഞ്ഞത്. ഓക്കെ. അത് കഴിഞ്ഞിട്ട് ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോ ഈ കുട്ടി പറഞ്ഞാച്ചാ ഞാൻ അച്ഛന്റെ അടുത്തോട്ട് വരികയാണ്, എനിക്ക് അച്ഛനെ കാണണം, എനിക്ക് കുറെ കാര്യങ്ങള്. പക്ഷെ ഈ കുട്ടി 1 വർഷം മുമ്പ് തൊട്ട് ഇവരോട് എല്ലാവരോടും പറയുന്നുണ്ട് ഇവരുടെ ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങളാണ്, എനിക്ക് സംസാരിക്കണം, ഞാൻ അൺഹാപ്പിയാണ് ഒത്തിരി പ്രാവശ്യം പറയുന്നുണ്ട്. അത് ഈ പത്മകുമാറും എന്നോട് പറയുന്നുണ്ട്. അപ്പൊ ഇവർക്കെല്ലാം ഒരു നാണക്കേട്, കല്യാണം കഴിഞ്ഞ് ഇത്ര ആയതല്ലേ ഉള്ളൂ, സാധാരണ ചട്ടിയും കലവാകുമ്പം തട്ടിമുട്ടിയും എന്നൊക്കെ ഇരിക്കും, അത് ക്ലിയർ ആയിക്കോളൂ എന്നുള്ള ഇത്ര സീരിയസ് ആണെന്നൊന്നും അറിയില്ലായിരുന്നു. അപ്പോഴാണ് ഈ അജിത്തിന്റെ അഖിലിന്റെ അച്ഛനുമായിട്ടുള്ള ഒരു വിഷയങ്ങളൊക്കെ ഈ കുട്ടി പറയുന്നു. അങ്ങനെ ഒരു പ്രോബ്ലം അവരുടെ വീട്ടില് ആ കുട്ടിക്ക് ഒട്ടും നിൽക്കാൻ വയ്യാത്ത ഒരു അവസ്ഥ വരികയൊക്കെ ചെയ്യുമ്പോ, അങ്ങനെ ബസ്സിൽ പോകുമ്പോ ഇവനുമായിട്ട്
കമ്പനിയാവുകയും അവനിലൊരു സുരക്ഷിതത്വം കണ്ട് അവൾ ഇറങ്ങിപ്പോകുന്നു. അതായത് ഈ പയ്യൻ അനൂപ് എന്ന് പറയുന്നവൻ അവിടെ റൂട്ടിൽ ബസ് ഓടിച്ചോണ്ടിരുന്നതാണോ? അതെ അതെ. അവിടെ ഈ പറഞ്ഞ ഇവരുടെ ഇടയിൽ നേരത്തെ ഒരു ഫൈറ്റ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതായത് ഈ പുള്ളിക്കാർ നേരത്തെ അച്ഛനോട് പറയുന്നുണ്ടായിരുന്നു, അതായത് എനിക്ക് ഇവിടെ സന്തോഷമല്ല, എനിക്ക് തീരെ ഹാപ്പി അല്ലെന്നൊക്കെ പുള്ളിക്കാർ നേരത്തെ പറയുന്നുണ്ടായിരുന്നു. ആ സമയത്ത് പുള്ളിക്കാരി ഇങ്ങനെ ഡൗൺ ആയി നിന്ന സമയത്താണ് ഈ ബസ് റൂട്ടിലുള്ള ഈ പുള്ളിക്കാരനായിട്ട് ഇതേപോലെ കമ്പനി അടിച്ചിട്ട് അവസാനം പുള്ളി വീഴ്ത്തിയത്. കുട്ടി പഠിക്കാൻ പോകുന്ന അവളുടെ ബസ്സിലായി, ഇവന്റെ ബസ്സിലായി. ഓ, അവൻ കല്യാണം കഴിച്ചിട്ടില്ലല്ലോ? ഇല്ല, അവൻ കല്യാണം കഴിച്ചിട്ടില്ല. അവനൊരു പ്രേമം ഉണ്ടായിരുന്നു, അത് ഇതായി പോയി, ബ്രേക്കപ്പ് ആയി പോയി. അതിന്റെ നിരാശയൊക്കെ ഇരിക്കുമ്പോഴാണ് ഇവളുമായിട്ട് സ്നേഹമായത്. അങ്ങനെ അനൂപിന് അച്ഛൻ മരിച്ചു പോയ ഒരു അമ്മയും ഒരു അനിയനും മാത്രമേ ഉള്ളൂ. അനൂപിന് ഒരു ചെറിയൊരു വീടാണ്, അത്യാവശ്യം ചെറിയ ഒരു 10-50 സെന്റ് സ്ഥലമുണ്ട്. ഗവൺമെന്റ് ജോലിയൊന്നുമില്ല. 750 രൂപയുടെ ഡെയിലി ബേസിനാണ് ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത് അനൂപ്. ആണല്ലേ? ജോലി കിട്ടിയെന്ന് അങ്ങനെ ഒരു ഇൻഫർമേഷൻ കിട്ടിയായിരുന്നു? താൽക്കാലിക ജോലിയാണ്. എംപ്ലോയർ എന്തോ ഒരു വകുപ്പുണ്ടല്ലോ, 700 ഡെയിലി അന്നന്ന് പോകുന്ന അന്നന്ന് കാശ് കിട്ടും. ഓ, അത് KSRTC-ലാണെങ്കിലും ടെമ്പററിയാ. യദുകൃഷ്ണന്റെ ജോലി, യദുകൃഷ്ണൻ ഇല്ലേ വിവാദ നായിക? അതെ. ആദ്യമായിട്ട് പ്രശ്നം ഉണ്ടാക്കിയേക്കുന്ന പുള്ളി, അദ്ദേഹത്തിന്റെ അവസ്ഥ തന്നെ. അദ്ദേഹത്തിന്റെ പോലെ ഡെയിലി ബേസിന് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ കുട്ടിയായിട്ട് സ്നേഹത്തിലാവുന്നതും ഇവരങ്ങനെ രാത്രിക്ക് അങ്ങ് പോകുന്നതൊക്കെ. അതിനുശേഷം 4 ദിവസമേ അവന്റെ കൂടെ കഴിഞ്ഞോളൂ. കുറച്ച് 3-4 ദിവസം കഴിഞ്ഞു. 4 ദിവസം, 4-5 ദിവസം കുട്ടി വിളിച്ചു പറഞ്ഞു വേറെ ജീവിതം അടുത്തിട്ടൊന്നുമില്ല. അവനോട് അനുവാദം മേടിച്ചിട്ട് തന്നെ പുള്ളി കുട്ടിയെ വീട്ടിൽ കൊണ്ടു നിർത്തിയിരിക്കുന്നേ. കാര്യങ്ങളൊക്കെ പറയാനായിട്ട് അച്ഛനോട് ഉണ്ടായ സംഭവങ്ങളൊക്കെ വിവരിക്കാനായിട്ട് ആ കുട്ടി വന്നത്. തിരിച്ചു പോകുന്നു തോന്നുന്നു, എനിക്കറിയില്ല. അതായത് അനൂപുമായി ശരിക്കും പറഞ്ഞാൽ ആ ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് ഇല്ലേ, ആ പോസ്റ്റ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർ പുള്ളിക്കാരുടെ അച്ഛൻ്റെ വീട്ടിൽ നിന്നാണ് ഇട്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ആ പോസ്റ്റ് വന്നതിന് ശേഷമാണ് ഇത്രയും ഇത് കോൺട്രവേഴ്സി വരാനുള്ള കാരണം. ബേസിക്കലി എല്ലാവരും ചിന്തിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരി അതേപോലെ ഫോട്ടോയുടെ ക്യാപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ എം ബാക്ക് അറ്റ് മൈ ഫാദേഴ്സ് ഹൗസ്, അങ്ങനെ എന്തൊരു ക്യാപ്ഷനാണ് പുള്ളിക്കാരി ഇട്ടത്. ഇപ്പോൾ പുള്ളിക്കാരി ആ പോസ്റ്റ് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും വിചാരിച്ചത്, അതായത് ഇപ്പോൾ പുള്ളിക്കാരി ഒളിച്ചോടിയില്ലേ എന്നാണ് കുറേ പേര് ചിന്തിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ കുറേ പേര് ചിന്തിച്ചത് ഇവരുടെ തമ്മിൽ എന്തോ പ്രശ്നമുണ്ട്, അപ്പോൾ വഴക്കിട്ട് സ്വന്തം അച്ഛൻ്റെ വീട്ടിലോട്ട് പോയതാണെന്ന് ഇപ്പോൾ കുറേ പേര് വിചാരിച്ചത്. ശരിക്കും പറഞ്ഞാൽ സ്വന്തം അച്ഛൻ്റെ വീട്ടിൽ പോകാനാണെങ്കിൽ രാവിലെ എങ്ങ് പോയാൽ പോരെ, രാത്രി ബാണ്ടൊക്കെ എടുത്ത് പോകേണ്ട ആവശ്യമുണ്ടോ? ബന്ധം ഉപേക്ഷിച്ചിട്ടില്ല. ഇല്ല, അനുഭവമായിട്ട് ഇപ്പം ബന്ധമുണ്ട്. ഡിവോഴ്സ്, അഖിലുമായിട്ടുള്ള ഡിവോഴ്സിൽ നിന്ന് വക്കീല് വരും. വക്കീല് വന്ന് മ്യൂച്വൽ ഡിവോഴ്സ് ആണ് അവർ ഉദ്ദേശിക്കുന്നത്. ഓ ശരി. അതുകൊണ്ട് ഡിവോഴ്സ് കഴിഞ്ഞിട്ട് ഇവനുമായിട്ട് കല്യാണം നടത്തി കൊടുക്കോ ഇല്ലോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ആ കുട്ടിക്ക് താല്പര്യമാണെന്നാ പറഞ്ഞിരിക്കുന്നത്. ആ കുട്ടി അവനെ വിട്ട് പോകുകയല്ലെന്നാണ് ഞാൻ അറിഞ്ഞത്. യെസ്, കേട്ടല്ലോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആരുടെ ഭാഗത്താണോ ശരി, ആരുടെ ഭാഗത്ത് തെറ്റെന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇപ്പം അഖിലിന്റെ ഭാഗത്തായിക്കോട്ടെ, മേഘയുടെ ഭാഗത്തായിട്ട് ആരുടെ ഭാഗത്ത് വേണമെങ്കിൽ തെറ്റായിക്കോട്ടെ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പുള്ളിക്കാരി ചെയ്തൊരു വലിയ മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവന് ഇഷ്ടമല്ലെങ്കിൽ, അഖിൽ എന്ന് പറഞ്ഞ പുള്ളിക്കാരൻ ഇഷ്ടമല്ലെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് ലീഗലി മൂവ് ചെയ്യുക ഫസ്റ്റ്. അതായത് ഡിവോഴ്സ് കൊടുക്കുക, ഡിവോഴ്സ് കൊടുത്തിട്ട് നേരെ അച്ഛൻ്റെ വീട്ടിൽ പോയി നിൽക്കുക. ശരിക്കും ഡിവോഴ്സ് ചെയ്തിട്ട് വേണമെങ്കിൽ ഈ പുള്ളിക്കാരൻ്റെ കൂടെ പോയിക്കോട്ടെ, യാതൊരു പ്രശ്നമില്ലായിരുന്നു. ഇത് ശരിക്കും പറഞ്ഞാൽ രാത്രി ഈ പുള്ളിക്കാരൻ്റെ കൂടെ ഇറങ്ങി പോയതുകൊണ്ടാണ് ഇപ്പം ഇത്രയും അവൻ്റെ വീട്ടിൽ നാണക്കേട്, ഈ പുള്ളിക്കാരുടെ വീട്ടിൽ നാട്ടെ ആർക്കും പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്ന അവസ്ഥയാക്കാനുള്ള മെയിൻ കാരണം പുള്ളിക്കാരുടെ ഇതിന്. അത് ആക്ച്വലി തെറ്റ് തന്നെയാണ്. നമ്മുടെ നാട്ടിലൊരു നിയമം, ഒരു ലോ ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ജസ്റ്റ് ഇപ്പോൾ പുള്ളിക്കാരിക്ക് ഇപ്പോൾ ഇവൻ്റെ വീട്ടിൽ നിൽക്കാൻ സേഫ് അല്ലെന്ന് തോന്നിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒന്നെങ്കിൽ പോലീസിനെ വിളിക്കുക, 100 വിളിച്ചു കഴിഞ്ഞാൽ നേരെ വീട്ടിൽ അവർ പോലീസുകാരെന്തെങ്കിലും ചെയ്തേനെ. അല്ലെങ്കിൽ രാവിലെ വീട്ടിൽ പോവുക, നേരെ ഈ സാധനം പാക്ക് ചെയ്ത് നേരെ വീട്ടിൽ പോകും. എന്നിട്ട് വീട്ടിൽ നിന്ന് അങ്ങ് ഇറങ്ങിപ്പോയിരുന്നെങ്കിൽ ഇത്രയും പ്രശ്നം വരില്ലായിരുന്നു. ഇത് ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് നേരെ പാതിരാത്രിക്ക് ഇറങ്ങിപ്പോയതുകൊണ്ടാണ് ഇത്രയും പ്രശ്നം വന്നത്. അങ്ങനെ ഇന്നത്തെ അഖിലനായുടെ ഭാര്യ ചെയ്യേണ്ട ഒരു കടമ എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവനെ ശരിക്കും പറഞ്ഞാൽ ഈ പുള്ളിക്കാരൻ്റെ കൂടെ ജീവിക്കാൻ താല്പര്യം ഓക്കെ സമ്മതിച്ചു. ഇവരുടെ തമ്മിൽ എന്തൊക്കെയോ പ്രശ്നമുണ്ട്, അച്ഛനായിട്ട് കുറേ ഫാമിലി പ്രോബ്ലംസ് ഉണ്ട്, ഓക്കെ സമ്മതിച്ചു. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ലീഗലായിട്ട് ഡിവോഴ്സ് കൊടുക്കുക ആദ്യം. അതൊരു മാന്യമായ ഒരു മര്യാദയാണ്. ഡിവോഴ്സ് കൊടുത്തതിന് ശേഷം എന്ത് കാട്ടായും വേണമെങ്കിലും കാട്ടിച്ചു, യാതൊരു പ്രശ്നമില്ല. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ആ പുള്ളിക്കാരനും ഇറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയായി, അവരുടെ വീട്ടുകാർക്ക് ഇറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥ, അങ്ങനെ അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ലെന്ന് പറഞ്ഞ അവസ്ഥയായിപ്പോയി. പറഞ്ഞാൽ ഈ വോയിസ് പ്രകാരം ഇപ്പോൾ പുള്ളിക്കാരുടെ അച്ഛൻ്റെ വീട്ടിൽ തന്നെയുണ്ട്. അതായത് മറ്റേ പുള്ളിക്കാരൻ്റെ, നമ്മുടെ ബസ് കണ്ടക്ടറിൻ്റെ അറിവോട് തന്നെയാണ് പുള്ളിക്കാരി അവിടെ കൊണ്ട് നിർത്തിയിരിക്കുന്നത്. അതായത് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് സോർട്ടാക്കിയിട്ട് ഇവരുടെ രണ്ടുപേരുടെയും കല്യാണം നടത്താനായിട്ട്. അതായത് അഖിലിൻ്റെയും മറ്റവരുടെയും ഡിവോഴ്സ് ആദ്യം ഒപ്പിക്കുക, മ്യൂച്വൽ ഡിവോഴ്സ് ആദ്യം ഒപ്പിക്കുക. ഇപ്പോൾ ഇൻ കേസ് അഖിൽ എന്തെങ്കിലും തടസ്സം നല്ല കൊടുക്കും, മ്യൂച്വൽ ഡിവോഴ്സിന് പോയില്ലെങ്കിൽ അത് നോർമലി കേസ് പോലെ പോകും. അത് ഡിവോഴ്സ് കിട്ടാനായിട്ട് ഒരു 5-6 വർഷം കാത്തിരിക്കേണ്ടി വരും. അത് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ പുള്ളിക്കാരിക്ക് ലീഗലായിട്ട് വേറൊരു കല്യാണം കഴിക്കാൻ പറ്റത്തുള്ളൂ. ലിവിങ് റിലേഷൻ നടത്താൻ പറ്റും. അതല്ല, ലീഗലായിട്ട് കെട്ടണമെങ്കിൽ ഈ പുള്ളിക്കാരൻ്റെ കയ്യിൽ നിന്ന് ഡിവോഴ്സ് കിട്ടണം. പക്ഷേ അഖിൽ മ്യൂച്വലായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പുള്ളിക്കാരിക്ക് അപ്പം തന്നെ കാര്യങ്ങൾ നെക്സ്റ്റ് മാരേജിൻ്റെ കാര്യങ്ങൾ നോക്കാം.
പറഞ്ഞിട്ട് കാര്യമില്ല. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനത്തെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടുകാരൊക്കെ രണ്ട് വീട്ടുകാരും കൂടെ ചേർന്നിരുന്ന് സംസാരിച്ച് തീർക്കാവുന്ന കുറച്ച് പ്രശ്നങ്ങളെ ഉണ്ടാകത്തുള്ളായിരിക്കും. അതാണ് ഇങ്ങനെ ഒരു വഷളാക്കി ഇപ്പോൾ ഈ ഒരു പരിവാക്കിയത്. ഇപ്പം എന്തായാലും സാധനങ്ങളെല്ലാം കയ്യിൽ നിന്ന് വിട്ടു പോയിട്ടുണ്ട്. എന്തായാലും പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും ഇതൊക്കെ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ചെയ്യുക.